ഹായ് ഹലോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽ വിത്ത് അഭിരാമി എന്നാണ്. ഞാൻ ബ്യൂട്ടി സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഹെയർ കെയർ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പം ഇന്നലെ നമ്മൾ ഹെയറിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ നമ്മൾ ടോട്ടലി ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയായിരുന്നു. ഹെയറിനെ നമ്മൾ വാഷ് ചെയ്തതേ ഇല്ല. വീക്കിലി നമ്മൾ ഡെയിലി നമ്മുടെ ഹെയറിനെ കുറച്ച് ഇറിറ്റേറ്റഡ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ അങ്ങനെ വിട്ടു. ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ നമ്മൾ വാഷ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, കൂടുതലും പൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ മാസ്കോ ഒന്നും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തില്ല, ഹെയർ വാഷ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ മുടി പൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെമഡീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് അത്രയും മാത്രം ഹെയർ ഡാമേജ് ആണ്, മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ലേശം ഒന്ന് ഹെയർ കട്ട് ചെയ്ത് നോക്കണം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി പാക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഹെയർ ലോസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. എനിക്കും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങളും കൂടിക്കോ, ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലായിടത്തുമൊക്കെ ഏറെക്കുറെ നമ്മൾ കണ്ടു വരുന്ന പേരയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 7-10 ഇല എടുക്കുക. അത് നല്ല ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് നല്ല കളർ വരുന്ന വരെ തിളപ്പിച്ചെടുക്കുക. ഈ ഇടയ്ക്ക് മോളൊന്ന് എണീറ്റ്, അപ്പോൾ ഞാൻ അവളെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് താരനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ഒരു പാക്കാണ് ചെയ്തത്. രണ്ടാമത്തെ ദിവസം നമ്മൾ ഹെയർ ഓയിലിംഗ് ആണ് ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഒന്നും ചെയ്തില്ല, അങ്ങനെ ഹെയറിനെ റിലാക്സ് ആക്കി നമ്മൾ വിട്ടു. ഇന്നപ്പോൾ നാലാമത്തെ ദിവസമാണ്, പക്ഷേ മൂന്നാമത്തെ ദിവസമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് കേട്ടോ. മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഹെയർ കെയർ ചലഞ്ച് ചെയ്ത്. ഇന്നലെ ഒന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ആ ദിവസം നമ്മൾ അങ്ങനെ വിട്ടു. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹെയർ ലോസ് ഉള്ളവർക്കും ഹെയർ ഒന്ന് സ്ട്രെങ്തൻ ആക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ മതി കേട്ടോ. ഇതുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുക. നമുക്ക് തലയിലൊന്ന് ഒരു ടോണർ മാതിരി ഒരു റെമഡിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ തലയിൽ ഈസി ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ അതില്ലെങ്കിൽ സാരമില്ല, നമുക്ക് അതുപോലെ നമുക്ക് കുളിക്കുന്നതിന് മുന്നായിട്ട് അത് തലയിൽ തേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പേരയില വെച്ചിട്ടുള്ളൊരു ഹോം റെമഡിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കത് അപ്പോൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഇത് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സിമ്പിളായിട്ട് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് എടുത്തത്. ഇപ്പോൾ അങ്ങനെ ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ നോർമലായിട്ട് ഒരു പാത്രത്തിലെടുത്തിട്ട് കുളിക്കുന്നതിന് മുന്നായിട്ട് തലയിൽ തേച്ചിട്ട് കുളിച്ചാലും മതി. അപ്പോൾ ഇത് നല്ല ചൂടാക്കിയതാണ്. പേരയില ഇട്ട് നന്നായിട്ട് ചൂടാക്കി പേരയില അതിൻ്റെ നിറമൊക്കെ മാറി ഈ ഒരു നിറം ഉണ്ടല്ലോ, വെള്ളം ഈ ഒരു നിറത്തിലെത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ല ചൂടായിരിക്കും. ചൂട് നാറിയതിന് ശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഓരോ സെക്ഷൻ എടുത്തിട്ട് ഇതിങ്ങനെ അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല എളുപ്പമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഹെയറിന് വളരെയധികം നല്ലതാണ് കേട്ടോ പേരയില വെച്ചിട്ടുള്ള മാസ്ക്. ഇതുപോലെ വെള്ളം ഉണ്ടാക്കിയൊക്കെ തേക്കുന്നത് നമ്മുടെ മെയിനായിട്ടും ഹെയർ നല്ല സ്ട്രെങ്ത് ആവും. നല്ല രീതിയിൽ പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിൽക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയും യൂസ് ആയിട്ടുള്ള സാധനമാണിത്. എന്നിട്ട് നമുക്ക് നല്ല ജലദോഷം അങ്ങനെയൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഒത്തിരി നേരം വെക്കുകയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തല വാഷ് ചെയ്ത് കളയാം. ഇല്ല, അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തവർക്കാണെങ്കിൽ വെച്ചിരിക്കുന്നതിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അതിന് ശേഷം എല്ലാ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എല്ലാ ദിവസവും മാറ്റി വെച്ചിട്ട് അത് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കണ്ടീഷണർ മാതിരി അത് തേച്ചിട്ട് വാഷ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ അതിലുള്ള ബാക്ടീരിയാസ് നമ്മുടെ ഹെയറിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും നമ്മളെ ഹെയറിനൊക്കെ വളരെയധികം നല്ലതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ബാക്കിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്കിൽ ഫുൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ഹെയറിലും കൂടെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാ കുളിക്കുന്ന മാതിരി കുളിക്കാം. അപ്പോൾ ഇന്നത്തെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.